ഹായ്, ഞാൻ വിനീഷ് ഗ്ലീറ്റേഴ്സ്, സിവിൽ എഞ്ചിനീയറാണ്. എനിക്ക് വേണ്ടി നിർമ്മിച്ച ഒരു വീടാണിത്. ഇതൊരു അഡ്വാൻസ്ഡ് കൺസ്ട്രക്ഷൻ ടെക്നോളജി ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. FRCI പാനൽ എന്ന് പറയും. ഫോം വിത്ത് റീഇൻഫോഴ്സ്ഡ് ഇൻസുലേറ്റഡ് പാനൽ എന്നാണ് പേര് പോലെ തന്നെ. ഇതൊരു ഇൻസുലേഷൻ പാനലാണ്. ഇതൊരു അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ്. എർത്ത്ക്വേക്ക് റെസിസ്റ്റൻ്റ് ആണ്, ഫയർ പ്രൂഫാണ്, ലൈറ്റ് ഇൻ വെയ്റ്റ് ആണ്. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു കൺസ്ട്രക്ഷൻ മെത്തേഡാണ് ഇത്. നമുക്ക് ഏത് തരം സോയിലിലും നമുക്ക് ഈ കൺസ്ട്രക്ഷൻ മെത്തേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അത്രയ്ക്ക് ലൈറ്റ് ഇൻ വെയ്റ്റ് ആണത്. നമ്മൾ നോർമൽ കൺസ്ട്രക്ഷനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. അതേപോലെ തന്നെ ഹീറ്റിനെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും. നമ്മുടെ വീടിനുള്ളിൽ നമുക്ക് വളരെ കൂളിംഗ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ഇത് ക്രിയേറ്റ് ചെയ്യും. ഇത് പുറത്തുള്ള ഒരു ടെമ്പറേച്ചറിനെയും നമ്മുടെ വീടിനുള്ളിലേക്ക് കടത്തി വിടാതെ അത് പ്രൊട്ടക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇത് എർത്ത്ക്വേക്ക് റെസിസ്റ്റൻ്റ് ആണ്, ഹരിക്കെയിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇത് നമുക്ക് വളരെ വേഗത്തിൽ ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന, ഫാസ്റ്റായിട്ട് കൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ്, ഒരു കൺസ്ട്രക്ഷൻ രീതിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് വളരെ എക്കോണമിക്കലായിട്ട് കൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റും. കൂടാതെ നമുക്ക് ട്രഡീഷണലായിട്ട് യൂസ് ചെയ്യുന്ന പല കൺസ്ട്രക്ഷൻ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പല മെത്തേഡുകളും നമുക്കിതിന് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കൺസ്ട്രക്ഷൻ്റെ ടൈം ഡ്യൂറേഷൻ നമുക്കത് കട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് കൺസ്ട്രക്ഷൻ തീർത്ത് നമുക്ക് നോർമലി യൂസ് ചെയ്യുന്ന അത്രയും ലേബേഴ്സും നമുക്കിതിന് ആവശ്യം വരുന്നില്ല. അപ്പോൾ ഈ ടെക്നോളജി ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന വോൾസാണിത്. വോള് മാത്രമല്ല, റൂഫ് പാനലും. ഇത് നമുക്ക് പാനൽ തന്നെയാണ്. പാനലിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്തിട്ട് നമ്മൾ
പ്ലാസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ വോൾസ് എല്ലാം അത് തന്നെയാണ്. കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു പാനലിൽ തന്നെയാണ് ഇതിൻ്റെ കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡിൻ്റെ കൂടെ തന്നെ ഒരു ഓപ്പൺ കോർട്ട്യാർഡും അതിനോടനുബന്ധിച്ച് തന്നെ ഒരു സ്റ്റീൽ സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. സ്റ്റീൽ ഫാബ്രിക്കേറ്റഡ് സ്ട്രക്ചറിലാണ് ലിവിങ് ചെയ്തിരിക്കുന്നത്. ഫ്ലോട്ടിംഗ് ആണ്. കൂടാതെ അത് വോൾസ് നമ്മൾ പാനലിൽ തന്നെ അത് വേറൊരു ടെക്നോളജിയിൽ ചെയ്തൊരു മെത്തേഡിൽ ചെയ്തൊരു കൺസ്ട്രക്ഷൻ രീതിയാണ് ലിവിങ് ചെയ്തിരിക്കുന്നത്. ഈ കൺസ്ട്രക്ഷൻ രീതി ഉപയോഗിച്ച് നമ്മൾ ഈ FRCI പാനലിൽ 2017 മുതൽ നിരവധി കൺസ്ട്രക്ഷൻസ് ചെയ്തു വരണം. അതിൽ നമ്മൾ ചെയ്തതിൽ 4 ഘട്ടമുണ്ട്. റെസിഡൻസ്, പല ടൈപ്പ് റെസിഡൻസ് നമ്മളിതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ എൻ്റെ വീട് വന്നപ്പോഴും ഞാൻ അതേ മെത്തേഡ് തന്നെ യൂസ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ കുറച്ചുകൂടി വായു സഞ്ചാരവും വെട്ടവും കുറച്ച് ഓപ്പണായിട്ട് നല്ല ലൈറ്റിങ്ങും വെന്റിലേഷനും കിട്ടത്തക്ക രീതിയിൽ കുറച്ച് ഓപ്പൺ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റിലാണ് ഇപ്പോൾ ഈ വീട് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ കൺസ്ട്രക്ഷൻ മെത്തേഡിനെ കുറിച്ച് മനസ്സിലാക്കിയത് മിസ്റ്റർ എബിയിൽ നിന്നാണ്. അദ്ദേഹം കൂത്താട്ടുകുളംകാരനാണ്. എബി സാറിൻ്റെ വീട് നിർമ്മിക്കാൻ വേണ്ടി എൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ഫലമായിട്ടാണ് സാർ ഈ ഒരു ടെക്നോളജിയെക്കുറിച്ച് മനസ്സിലാക്കിയതും അദ്ദേഹത്തിൻ്റെ വീട് അതൊരു 4 ഘട്ടമാണ്. ആ വീട് നിർമ്മിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചതും. സാറുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയതും. പിന്നീട് പല കൺസ്ട്രക്ഷനും പല വീടുകളും നമ്മൾ ഇതിൽ നിർമ്മിക്കാനിടയായതും. അപ്പോൾ ഞാൻ എൻ്റെ വീട് നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ സാറിനോട് ഒരു അഭിപ്രായം ചോദിച്ചിരുന്നു. ആസ് എ യൂസർ എന്ന നിലയിൽ സാർ ഭയങ്കര ഹാപ്പിയാണ്. നല്ലൊരു കൂളിംഗ് എഫക്റ്റായിട്ടുള്ള നല്ലൊരു വീടാണെന്നുള്ള സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ നിന്നാണ് എനിക്കും ഇതേ മെത്തേഡിൽ തന്നെ വീട് ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്.